ومن يطع الله ورسوله فقد فاز فوزا عظيما. اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى اله وصحبه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹുമ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് ചെയ്തിട്ടുള്ള ദീർഘമായ ഒരു ഹദീസുണ്ട്. قال سمعت رسول الله صلى الله عليه وسلم يقول സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. انطلق ثلاثة رهط ممن كان قبلكم حتى آووا المبيت إلى غار. ഇങ്ങനെയാണ് ഹദീസ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് മുൻപുള്ള സമൂഹങ്ങളിൽപ്പെട്ട അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന് മുൻപ് കഴിഞ്ഞുപോയ ഒരു സംഭവം. 3 ആളുകൾ അവരുടെ ദുനിയാവിന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടു. എന്നിട്ട് ഹത്താ ആവൗൽ മബീത ഇലാ ഗാർ, രാത്രിയിൽ അവർക്ക് കിടന്നുറങ്ങാൻ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് അവർക്ക് അഭയം പ്രാപിക്കേണ്ടി വന്നു. ഫദഖലൂഹു, അവരുടെ അന്നത്തെ ആവശ്യം, ആ സന്ദർഭം കാരണത്താൽ അവർ അതിലേക്ക് 3 പേര് പ്രവേശിച്ചു. فانحدرت صخرة من الجبل, ആ സന്ദർഭത്തിൽ മലയിൽ നിന്നൊരു പാറ വന്ന് ഉതിർന്നു വീണു. ഫസദ്ദത അലൈഹിമുൽ ഗാർ, എന്നിട്ട് അവരുടെ മേൽ ഗുഹയുടെ കയറുന്ന ഭാഗം, അതിന്റെ പ്രവേശന കവാടം അതിലൂടെ അടക്കപ്പെടുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ അവരുടെ കൈകൊണ്ട് 3 ആളുകൾക്കും തള്ളി നീക്കാൻ കഴിയാത്ത വലിയ ഒരു പാറ, അതാണ് അവരുടെ മുന്നിൽ വന്നു വീണിരിക്കുന്നത്. ദുനിയാവിന്റെ ഒരളവ് പോലും ഇനി അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു ചാൻസുമില്ല. അത്ര വലിയ പ്രതിസന്ധിയിൽ ആ സന്ദർഭത്തിൽ ഫഖാലു, അവർ പരസ്പരം പിന്നീട് പറഞ്ഞ അഭിപ്രായം, ഇന്നഹു ലാ യുൻജീകും മിൻ ഹാദിഹി സഖറ, ഈ പാറയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കില്ല, ഇല്ലാ അൻ തദ്ഉല്ലാഹ ബിസ്വാലിഹി അഅ്മാലിക്കും, നിങ്ങളുടെ സ്വാലിഹായ അഅ്മാലുകൾ മുൻനിർത്തി അല്ലാഹുവിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാതെ. ഇത് അവർ മുഅ്മിനീങ്ങളായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു എന്നുള്ളതിന്റെ ദലീൽ കൂടിയാണ്. അങ്ങനെ അവർ ജീവിതത്തിന്റെ ഈ ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ അവരിൽ ഓരോരുത്തരായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഇഖ്ലാസോടുകൂടി ചെയ്തിട്ടുള്ള വ്യത്യസ്തങ്ങളായ 3 തരം അമലുകൾ 3 പേരും ഓരോരുത്തരായി എടുത്തു പറഞ്ഞു ദുആ ചെയ്തു. ഒരു പക്ഷേ ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ദീർഘമായ ഹദീസ് കേട്ടിട്ടുണ്ടാകും. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഒന്ന്,
ഈ ഹദീസ് അൽ-ഹാഫിദ് അൻ-നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റിയാദുസ് സ്വാലിഹീനിൽ 1-ാമത്തെ അധ്യായം കിതാബുൽ ഇഖ്ലാസ് അതിൽ അവസാനത്തെ ഹദീസായി ചേർത്തിട്ടുള്ളതാണ്. ആ കിതാബുൽ ഇഖ്ലാസിന്റെ ആദ്യത്തെ ഹദീസായി കൊണ്ടുവന്നത് നേരത്തെ മൗലവി വിശദീകരിച്ചു തന്ന ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന ഹദീസുമാണ്. ഈ ഹദീസിൽ ഇവർ 3 ആളുകളും അവർ ചെയ്തിട്ടുള്ള 3 തരത്തിലുള്ള അമലുകൾ. ഒന്നാമത്തെയാൾ കാന ബാർറൻ ലിവാലിദൈ, ഉമ്മക്കും വാപ്പക്കും ബിർറ് ചെയ്തത്, അതാണ് എടുത്ത് ദുആ ചെയ്തത്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുക, ഉമ്മക്കും വാപ്പക്കും, പ്രായമായ ഉമ്മക്കും വാപ്പക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ്. ഇതൊരുപാട് ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടാവും. പക്ഷെ ഇങ്ങനെ ഒരു കുടുക്ക് കൊടുങ്ങുന്ന സന്ദർഭത്തിൽ അല്ലാഹുവോട് എടുത്തു ദുആ ചെയ്ത് പറയാൻ മാത്രമുള്ള ഒരു വാക്ക് ആയിത്തീരുന്ന ഒരു അമലായി മാറുന്നുണ്ടോ? നമുക്കത് ആകണമെങ്കിൽ ഇതുപോലെ ഈ വാക്കിൽ ദുആ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അദ്ദേഹം ആ അമലെടുത്ത് പറഞ്ഞിട്ട്, അഥവാ അദ്ദേഹത്തിന്റെ ഉമ്മയോടും വാപ്പയോടുമുള്ള ബിർറ് എത്രത്തോളമായിരുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണം അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിന്റെ ജോലിക്ക് വേണ്ടി പോയി വിറക് വെട്ടിയിട്ട് അത് കൊണ്ടുപോയി അങ്ങാടിയിൽ വിറ്റ് എന്നിട്ട് ഭക്ഷണം വാങ്ങി വരുന്ന ആളായിരുന്നു. അങ്ങനെ ഒരു ദിവസം അത് നേരം വൈകി ഭക്ഷണവുമായി വരുന്ന സന്ദർഭത്തിൽ ഉമ്മയും വാപ്പയും ഉറങ്ങിപ്പോയിരുന്നു. എന്നിട്ട് മക്കൾക്ക് കൊടുക്കാതെ ഉമ്മയും വാപ്പയും അവരുടെ ഉറക്കം അത് പ്രയാസപ്പെടുത്തി വിളിച്ചുണർത്തുകയും ചെയ്യാതെ അവരുടെ തലയുടെ ഭാഗത്ത് വന്ന് കാത്തിരുന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം അവരെ ഭക്ഷിപ്പിച്ചിട്ടാണ് അദ്ദേഹവും മക്കളും ഭക്ഷണം കഴിക്കുന്നത്. ഈ സന്ദർഭം എടുത്തു പറഞ്ഞ് ദുആ ചെയ്യുന്ന വാക്കിൽ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുന്തു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക, അല്ലാഹുവേ ഞാനിത് ചെയ്തത് നിന്റെ വജ്ഹ് കാണണം എന്ന ലക്ഷ്യത്തിൽ മാത്രമാണെങ്കിൽ, നിന്റെ വജ്ഹ് തേടിക്കൊണ്ട് മാത്രമാണ് എങ്കിൽ ഫഫർജി് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സദ്റ, ഈ പാറ കൊണ്ട് നമുക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടിൽ നിന്ന് റബ്ബേ ഞങ്ങൾക്ക് നീ ആശ്വാസം നൽകണമേ. ഇങ്ങനെ പറയാൻ കഴിഞ്ഞത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം അത് ചെയ്തത് എന്നല്ല പറഞ്ഞത്. അല്ലാഹുവേ നിന്റെ വജ്ഹിന് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തിട്ടുള്ളതെങ്കിൽ എന്ന ഉറപ്പിൽ പറയാൻ സാധിച്ചു. അതിലൂടെ ദുനിയാവിലെ ആ പ്രയാസം അല്പം അവിടെ നിന്ന് നീങ്ങി. എന്നാൽ അള്ളാന്റെ ഹിക്മത്ത്, മറ്റ് 2 ആളുകൾ കൂടി ഇതുപോലെ അള്ളാഹിനോട് അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ പരീക്ഷിക്കുക, അവരല്ലാഹുവിലേക്ക് കൂടുതൽ ഇൻകിസാർ കാണിച്ച് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നത് അത് കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഹിക്മത്തിന് വേണ്ടി അള്ളാഹ് അതോടുകൂടി മുഴുവൻ നീക്കിക്കൊടുത്തില്ല, കുറച്ച് നീങ്ങി. എന്നാൽ അവർക്ക് പുറത്തു വരാൻ കഴിയാത്ത രൂപത്തിൽ. 2ാമത്തെ ആൾ ദുആ ചെയ്തു. അദ്ദേഹം ഹറാമായ ഒന്നിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള പ്രേരണ, അദ്ദേഹത്തിന് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ കുടുംബക്കാരിയായ ഒരു സ്ത്രീ, സുന്ദരിയായ ഒരു സ്ത്രീ, അവളുമായി തന്റെ ലൈംഗികമായ ആവശ്യം നിറവേറ്റാൻ കൊതിച്ചു നടന്നിരുന്ന ആളായിരുന്നു അദ്ദേഹം. എന്നാൽ അവളൊരു വ്യഭിചാരത്തിന് പിടികൊടുക്കാത്തവളുമായിരുന്നു, എളുപ്പത്തുള്ളവരായി ആയിരുന്നു. അവൾക്കൊരു വളരെ പ്രയാസകരമായ ഒരു ഘട്ടം, സാമ്പത്തികമായ ഒരു പ്രയാസം, ഞെരുക്കം വന്ന സന്ദർഭത്തിൽ അത് മുതലെടുക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചു. നിനക്ക് ആവശ്യമുള്ള സ്വർണം ഞാൻ നൽകാം,
നീ എന്റെ ആവശ്യം നിറവേറ്റിത്തരണം എന്ന് പറഞ്ഞ് അവൾ അതിന് വേറെ വഴിയില്ലാത്ത വിധം അതിന് കീഴ്പ്പെടേണ്ട ഘട്ടം വന്നു. പക്ഷേ അദ്ദേഹം അതിനുവേണ്ടി എല്ലാ നിലക്കും ഒരുങ്ങി മുതിരുന്ന സന്ദർഭത്തിൽ അവളിലേക്ക്, അവളുടെ മുഖ്യഭാഗത്തിനടുക്കലേക്ക് ഇരുന്ന സന്ദർഭത്തിൽ അവൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഇത്തഖില്ലാഹ ഫിയ്യ, അല്ലാഹുവിനെ നീ ഭയപ്പെടണം എന്റെ കാര്യം. ഹലാലായ മാർഗത്തിലൂടെ അല്ലാതെ നീ എന്റെ തീന് പൊട്ടിക്കരുത് എന്ന വാക്ക് കേട്ടപ്പോൾ, ഇത്തഖില്ലാഹ് എന്ന വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഹറാമിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അല്ലാഹുവിലുള്ള തഖ്വയാണ്. ആ കാര്യം അതെടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഇബ്തിഗാഅ വജ്ഹിക്, അല്ലാഹുവേ ഞാനിത് ചെയ്തത് അവളോട് ആവശ്യം നിറവേറ്റിയില്ല എന്നു മാത്രമല്ല, അവൾക്ക് കൊടുത്ത ആ പൈസ തിരിച്ചു ചോദിച്ചില്ല, ആ സ്വർണം തിരിച്ചു ചോദിച്ചില്ല, അവൾക്കത് കൊടുത്തുവിടുകയും ചെയ്തു. അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഇബ്തിഗാഅ വജ്ഹിക്, അല്ലാഹുവേ ഞാനിത് ചെയ്തത് നിന്റെ വജ്ഹ് അത് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണെങ്കിൽ ഫഖ്റുജ് അന്നാ മാ നഹ്നു ഫീ, ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന പ്രയാസം നീക്കിത്തരണേ. അവിടെ ആ പാറ അല്പം കൂടി നീങ്ങി. എന്നാൽ അവർക്ക് പുറത്തു വരാൻ സാധിച്ചില്ല. മൂന്നാമത്തെയാൾ അദ്ദേഹം ചെയ്തത് സാമ്പത്തികമായ ക്രമം അത് എത്രത്തോളം അമാനത്തിലുള്ള ബോധം എത്രത്തോളമാണത്. അദ്ദേഹം ഒരാളെ പണിക്ക് വെച്ചു. വൈകുന്നേരമായപ്പോ അദ്ദേഹത്തിന് കൂലി കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത് ചില ആടുകളെയായിരുന്നു, ചില നാൽക്കാലികളെയായിരുന്നു. അങ്ങനെ നാൽക്കാലികളെ കൂലി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോ എന്തോ ഒരു അനിഷ്ടം കാരണത്താൽ അത് വാങ്ങാതെ അയാൾ പോയി. ആ നാൽക്കാലികളെ അദ്ദേഹം വളർത്തി, അതിനദ്ദേഹം പരിപാലിച്ചു. ആ ആടുകൾ പെരുകി, അതിൽ നിന്നൊരുപാട് കുഞ്ഞുങ്ങളുണ്ടായി. ആ സമ്പത്ത് ഒരു താഴ്വാരം നിറയെ അധികരിച്ചു. കുറെ നാളുകൾ കഴിഞ്ഞപ്പോ അയാൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് എന്റെ കൂലി എനിക്ക് തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ താഴ്വാരം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ നിന്റെ കൂലിയാണ്. അദ്ദേഹം അത് കേട്ടപ്പോ പറഞ്ഞു, യാ അബ്ദുല്ലാഹ് ലാ തസ്തഹ്സി, കളിയാക്കരുത്, മനുഷ്യരെ പരിഹസിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പരിഹസിക്കല്ല, ഇത് മുഴുവൻ നിന്റെതാണ്. അന്ന് വാങ്ങാതെ പോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാതെ പോയത്, നീ അത് വാങ്ങാതെ പോയതല്ലേ, ഞാൻ നിനക്ക് തരാതിരുന്നതല്ലോ എന്നായിരുന്നു തിരിച്ചു പറയേണ്ടിയിരുന്നത്. ഇന്നത്തെ ദീനുള്ള താടിയുള്ള മനുഷ്യന്മാരുടെ ദീനനുസരിച്ച്, സലഫിയ്യത്ത് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ ദീനനുസരിച്ച് അമാനത്തായി ഏൽപ്പിച്ച കാര്യത്തിന് ഇന്ന് കിട്ടുന്ന മറുപടി ഇങ്ങനെയുള്ളൂ. സാമ്പത്തികമായ കാര്യങ്ങൾ അതെന്റെ കുഴപ്പമല്ലല്ലോ, നിന്റെ കുഴപ്പമല്ലേ. അദ്ദേഹം അത് മുഴുവനും കൊടുത്തു. കാരണം ഇതിലൊറ്റൊന്നും അദ്ദേഹത്തിൻ്റെതല്ല. ഇതാണ് അള്ളാഹുവിനെ കുറിച്ച് അമാനത്തിൽ ബോധ്യമുള്ള ഒരാൾ മറ്റുള്ളവരുടെ ധനം കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൈകാര്യം ചെയ്യുക. മറ്റുള്ളവരുടെ ധനമാണ് എന്നറിഞ്ഞ് കൈകാര്യം ചെയ്യുന്നവൻ കൈകാര്യം ചെയ്യുക. എന്താണ് അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്? ഇത് ചെയ്യാൻ അദ്ദേഹത്തിനുണ്ടായ പ്രേരണ എന്താണ്? അല്ലാഹുമ്മ ഫഇൻ കുൻതു ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക്, അല്ലാഹുവേ ഞാനിത് ചെയ്തത് നിന്റെ വജ്ഹ് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിൽ ഫഖ്റുജ് അന്നാ മാ നഹ്നു ഫീ, ഞങ്ങളകപ്പെട്ടിരിക്കുന്ന പ്രയാസത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. ദുനിയാവിന്റെ ഒരു പ്രയാസം, ഒരു പാറ വന്ന് അഥവാ ആ പാറ നീങ്ങിപ്പോയിട്ടില്ലെങ്കിൽ തന്നെ അവർക്ക് വരാവുന്ന പ്രയാസം എത്രയുള്ളൂ. അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിച്ചു പോകും, ഭക്ഷണം കിട്ടാതെ മരിച്ചു പോകും, വെള്ളം കിട്ടാതെ മരിച്ചു പോകും, ഇത്രയേ ഉള്ളൂ. എന്നാൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ദുനിയാവിന്റെ പ്രയാസങ്ങളെക്കാൾ വലിയ വലിയ പ്രയാസങ്ങൾ, നമ്മുടെ ദീനിനെ ഫിത്നയിലാക്കുന്ന പ്രയാസങ്ങൾ.
ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളിലും കുരുക്കിലും പെട്ടാലെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു മാർഗമില്ല, അള്ളാഹ് രക്ഷപ്പെടുത്താണ്. അതിലകപ്പെട്ട് നമ്മൾ മരിച്ചു പോയാൽ വെറും ശരീരമല്ല തീർന്നു പോകുന്നത്, ആഖിറത്ത് കൂടി തീർന്നു പോവുക തന്നെ ചെയ്യും. അന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ, നമുക്ക് വേണ്ടി നമുക്ക് ദുആ ചെയ്യാൻ, രഹസ്യമായി അള്ളാഹുവോട് ഈ ഒരു ധൈര്യത്തിൽ എടുത്തു പറയാൻ ഒറ്റ ഒന്ന് നമുക്കുണ്ടോ? ഒറ്റൊന്ന്, അള്ളാഹുവേ നിന്റെ വജഹിന് വേണ്ടി മാത്രം എന്ന് പറഞ്ഞ് ചെയ്തത്. ഇതാണ് ഇഖ്ലാസിന്റെ കാര്യം, ഇതാണ് നിയ്യത്തിന്റെ കാര്യം. അതുകൊണ്ട് ജനങ്ങൾ, കുറെ ആളുകൾ ഒന്നിച്ചങ്ങനെ വരുന്ന വരവ് കണ്ടാൽ ഇത് മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. നമ്മൾ വിചാരിക്കും, കുറെ ആളുകളൊക്കെ വിചാരിക്കും, അത് ഇന്ന് തുടങ്ങിയ വിചാരമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽക്ക് അന്ന് തുടങ്ങിയൊരു വിചാരം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ജനിച്ചു വളർന്ന നാട്, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നാട്, അള്ളാഹുവിന്റെ ഭവനം ബൈത്തുല്ലാഹ് അൽ അസീഖ്, മസ്ജിദുൽ ഹറം, അത് നിലനിൽക്കുന്ന, കഅബ നിലനിൽക്കുന്ന നാട്, അതിന്റെ പരിസരം, അവിടെ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ, ഈ ദീനനുസരിച്ച് ജീവിക്കാൻ സൗകര്യമില്ല എന്ന് മാത്രമല്ല, ആട്ടി പുറത്താക്കപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര്? സാമ്പത്തികമായ ഒരു ക്രമക്കേട് അവർക്ക് പറയാനില്ല. അൽ അമീൻ, സ്വഭാവത്തിന് അദ്ദേഹത്തിനെ കുറിച്ച് ഒന്നും പറയാനില്ല. അന്ന് ഒന്നും പറയാനില്ലാത്ത കാലമാണ്. റസൂലുള്ളാഹിനെ കുറിച്ച് നല്ല കുട്ടി എന്നല്ലാത്ത വേറൊന്നും അവർക്ക് പറയാനില്ല. പുറത്താക്കുന്നതിന് മുൻപ്, പുറത്താക്കാനല്ല അവർ പോയത്, അബൂ ത്വാലിബിന്റെ അടുക്കൽ പോയിട്ട് ശുപാർശ പറഞ്ഞിട്ടെങ്കിലും മിണ്ടാതൊന്നിരുന്നോട്ടെ, അദ്ദേഹത്തെ ഞങ്ങൾ ഒന്നും ചെയ്യൂല എന്ന് പറയാനാണ്. പക്ഷെ അവരുടെ ദീനാണ് മാറി പറയുന്നത് എന്ന് കണ്ടപ്പോൾ, ഹക്കും ബാത്തിലും തമ്മിലാണ് ഏറ്റുമുട്ടപ്പെടുന്നത് എന്ന് കണ്ടപ്പോൾ അവർക്ക് അദ്ദേഹത്തെ പുറത്താക്കേണ്ടി വന്നു. അദ്ദേഹത്തെ ആട്ടി പുറത്താക്കിയ നാട്ടിൽ നിന്ന്. എന്നിട്ട് മദീനയിലേക്ക് പോയി. മദീനത്ത് അൻസ്വാറുകളെ കണ്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. ആരാണ് അൻസ്വാറുകൾ? നുസ്റത്ത് എന്ന വാക്ക് നമ്മൾ പലപ്പോഴും തെറ്റി മനസ്സിലാക്കും. കാരണം നുസ്റത്ത് എന്നുള്ള വാക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പല വാക്കുകളും, അറബിയിലെ ഇങ്ങനത്തെ ദീനിന്റെ ഷിആറുകളായ പല വാക്കുകളും ഇവിടുത്തെ സംഘടനക്കാര് ഉപയോഗിച്ച് കേടുവരുത്തിയതാണ്. നുസ്റത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ്, ഇതാണ് നമ്മൾ ആദ്യം നുസ്റത്ത് കേൾക്കുക. എന്തെങ്കിലും പൈസ വാങ്ങുന്ന ചാരിറ്റി, അല്ലെങ്കിൽ ഒരു രോഗിക്ക് സഹായം, ഈ സഹായത്തിനാണ് നമ്മൾ നുസ്റത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല നുസ്റത്ത്. നുസ്റത്ത് എന്നുള്ള വാക്ക് അള്ളാന്റെ കിതാബിലും റസൂലുള്ളാഹിന്റെ സുന്നത്തിലും കാണുക, ശത്രു ഇങ്ങോട്ട് വരുന്ന സന്ദർഭത്തിൽ ശത്രുവിനെതിരെ സഹായിക്കുന്ന സഹായത്തിനാണ്, കുടുങ്ങുന്ന സമയത്ത് സഹായിക്കുന്ന സഹായത്തിനാണ്. അല്ലാതെ നല്ല ആശ്വാസത്തിനും കഴിയുമ്പോൾ തോളത്ത് കൈയിടുന്നതിനല്ല നുസ്റത്ത് എന്ന് പറയുന്നത്. പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ, പ്രയാസം അനുഭവിക്കുന്ന സമയത്ത്, ആ സമയത്ത് ശത്രുവിനെതിരിൽ സഹായിക്കുന്ന സഹായത്തിനാണ് നുസ്റത്ത് എന്ന് പറയുക. ആരും കൂടെയില്ലാത്ത സമയത്ത് സഹായിക്കുന്ന സഹായം അത് അൻസ്വാറുകൾ ചെയ്യും. കാരണം അവർക്ക് അല്ലാഹ് കൊടുത്തത് എങ്ങനെയാണ് അവർ കണ്ടത്? കൊടുത്തതിൽ നിന്ന് ആവശ്യം കഴിഞ്ഞിട്ട് വരുന്ന മുഹാജിറുകളെ സഹായിക്കുക എന്നല്ല, തങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് മുഹാജിറുകളെ സഹായിക്കുക എന്നുള്ളതല്ല. സമ്പത്തിന്റെ കാര്യത്തിൽ, വീടിന്റെ കാര്യത്തിൽ, അല്ലാഹ് അവർക്ക് കൊടുത്തിട്ടുള്ള എല്ലാ സ്വത്തിന്റെയും, എല്ലാ ദുനിയാവിന്റെ എല്ലാ റിസ്കിന്റെയും കാര്യത്തിൽ അത് ചെയ്തതിന്റെ ഒരൊറ്റ ഉദാഹരണം. അതിനപ്പുറം നമുക്ക് വേറെ നോക്കണ്ട. സഅദ് റളിയല്ലാഹു തആല അൻഹു ചെന്നപ്പോ, സഅദ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആഖാത്ത് നടത്തിക്കൊടുത്ത സഹോദരൻ.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു ആണെന്നാണ് എന്റെ ഓർമ്മ. അല്ലെങ്കിൽ ഹദീസിൽ വന്നിരിക്കുന്ന ആ സ്വഹാബി ഏതായിരിക്കും, അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ഇതെന്റെ വീടാണ്, എന്റെ വീട്ടിൽ എവിടെയാണോ നിനക്ക് താമസിക്കാൻ അവിടെ താമസിക്കാം, ഇതെനിക്ക് അള്ള തന്നിട്ടുള്ള സമ്പത്താണ്, അതിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളത് എടുക്കാം, എനിക്ക് ഇത്ര ഭാര്യമാരുണ്ട്, നിനക്ക് ആവശ്യമുള്ളവളെ പറയാൻ ഞാൻ തൊരാക്ക് ചൊല്ലിത്തരും, അവൾക്ക് നിന്നെ വാങ്ങുക, അവളെ നിനക്ക് വാങ്ങുക. കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് രക്ഷപ്പെടാന്നുള്ളതല്ല, നിനക്ക് ആവശ്യമുള്ള നിനക്ക് ഇഷ്ടപ്പെടുന്ന സ്ത്രീയെ നീ നോക്ക്. ഇത് പറയാൻ ആർക്കാ സാധിക്കുക? സ്വന്തം ആവശ്യം മാറ്റി വെച്ചവരാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ച അൻസാറുകൾ ആ കാലഘട്ടം. അവിടെ അൻസാറുകൾ റസൂലുള്ളാഹിയെ സഹായിക്കാറുണ്ടായി. എന്നിട്ട് ദീനിങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോ അതിലേക്ക് കയറി വന്ന കുറെ ആളുകളുണ്ട്. കയറി വന്നപ്പോ ശത്രുക്കൾ കുറേയുണ്ട്. എന്നാലും ഇസ്ലാമിന് മക്കത്തുണ്ടായിരുന്ന അവസ്ഥയല്ല ളുഹൂറും നുസ്റത്തുമാണ് ലഭിച്ചിട്ടുള്ളത്. ആ സമയത്ത് വന്നിട്ടുള്ള ചില അറാബികൾക്ക് തോന്നിയത് മുഹമ്മദിന്റെ കൂടെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് മുഹമ്മദിന് ഒരു ബലമാണ്, അള്ളാന്റെ ദീനിനൊരു കരുത്താണ്, ദീനിനൊരു കരുത്താണ്. യമുന്നൂന അലൈക അൻ അസ്ലമു, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ളത് മുഹമ്മദ് നബിയെ താങ്കളോട് കാണിച്ച ഔദാര്യമായി പറയുന്നു. അതിടക്ക് നാവുന്ന് പുറത്ത് പോരും, ഹൃദയത്തിന്റെ ഉള്ളിലുള്ളത് അങ്ങനെ ഇരിക്കൂല, തുളുമ്പും. എങ്ങനെ തുളുമ്പുക? അത് അവരുദ്ദേശിക്കുന്ന രൂപത്തിലല്ല തുളുമ്പുക. അവർ വിചാരിക്കുക കേൾക്കുന്നോ മനസ്സിലാക്കൂല എന്നാണ്. വളഞ്ഞ ചില വൈക്കൽ കൂടെയൊക്കെ പറയാം, പക്ഷേ കേൾക്കുന്നവര് ചെറുതൊക്കെ മനസ്സിലാകും. അത് എളിമുള്ളവർക്കാണെങ്കിൽ പെട്ടെന്നും തിരിയും ഏത് ഇതിനെയും. അവരുടെ നാവിൽ നിന്ന് കുറച്ചേ വന്നിട്ടുള്ളൂവെങ്കിൽ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൂടുതലാണെന്നും ബോധ്യമാവും. സമയമാകുമ്പോഴേ ശരിക്കും പുറത്തേക്ക് വരുള്ളൂ എന്ന് മാത്രം. അതിനു മുൻപേ ബോധ്യപ്പെടേണ്ടവർക്ക് ബോധ്യപ്പെടും. ആരും വിചാരിക്കേണ്ട അവർ പറയുന്ന വാക്കുകൾ അങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെ നാവിൽക്കൂടി ചിലത് വരും, ഉള്ളിൽ കുറെ ഉറപ്പിച്ചും വെക്കും. അങ്ങനെയൊക്കെ നടന്നിട്ട് അവർ വിചാരിച്ചിരുന്നത് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും വലിയ സഹായം ചെയ്തവരാണ് അവരെന്നാണ്. അവരല്ല സഹായികൾ. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സ്വാദിഖീൻ. യഥാർത്ഥത്തിൽ സിദ്ഖുള്ളവരാണെങ്കിൽ അവർ മനസ്സിലാക്കുക അല്ലാഹ് നമ്മളോട് ഔദാര്യം ചെയ്തു. അല്ലാഹു ഈ ദീനിലേക്ക് ഹിദായത്ത് നൽകിക്കൊണ്ട് ഈ ഹക്കിന് നുസ്റത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് തൗഫീഖ് തന്നു എന്ന് സിദ്ഖുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുമായിരുന്നു, ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുമായിരുന്നു. വരുന്ന ഇങ്ങനെ കാണുന്ന എല്ലാ ആളുകളെയും അങ്ങനെ നമ്പിയിട്ടുണ്ടെന്ന് ആരും വിചാരിക്കണ്ട. അന്ന് മുഹമ്മദ് നബിന്റെ അടുക്കലേക്ക് വന്നിട്ടുള്ള ആളുകൾ അതാണെങ്കിൽ ഇന്ന് നമുക്ക് നമ്മളെ തന്നെ നമ്പാൻ വയ്യ. അവനവന്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ പേര്. അപ്പുറത്തുപ്പുറത്ത് നടക്കണ കാണുമ്പോ ഇപ്പൊ അമ്മ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹുവെ ഇസ്തിഖാമത്തും സബാത്തും നൽകണേ എന്നാണ് രഹസ്യമായി നമ്മുടെ ദുആ. അതാണ് വേണ്ടത്. നശിച്ചവരെങ്ങനെ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അയാൾ അങ്ങനെ പറയും, അയാൾ അങ്ങനെ ചെയ്യേ, അയാളെടുത്ത് അങ്ങനെ വരെ. ഇതാണ് നമ്മൾ അത്ഭുതപ്പെടുന്നത്. ഈ അസർ ഞാൻ തന്നെ നിങ്ങളോട് പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പറയും. ലൈസൽ അജബു ഫീമൻ ഹലക കൈഫ ഹലക വലാകിന്നൽ അജബ് ഫീമൻ നജ കൈഫ നജ. ഖൈരിയത്തിന്റെ ഉത്തമ തലമുറ അന്ന് പറഞ്ഞ വാക്കാണ്. നശിച്ചവൻ എങ്ങനെ നശിച്ചു എന്നുള്ളതിൽ അത്ഭുതമില്ല, രക്ഷപ്പെട്ടവരെങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളതിലാണ് അത്ഭുതപ്പെടേണ്ടത്. ഇത് നൂഹ് നബിന്റെ കപ്പലാണ്. അസുന്നത്തു സഫീനത്തു നൂഹ്. അതേത് പ്രളയമുണ്ടെങ്കിലും അങ്ങനെ പൊയ്ക്കോളും. വലിയ വലിയ പാറക്കെട്ടുകൾ കണ്ടിട്ട് തൽക്കാലം ഇപ്പൊ കപ്പൽ പ്രളയത്തിന് മുങ്ങാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് ഊരിയിട്ട് അയിമ പോകാൻ നോക്കിയാൽ അവൻ മുങ്ങി നശിച്ചു എന്നല്ലാതെ എല്ലാ പ്രളയവും കഴിഞ്ഞിട്ട് എല്ലാം അടങ്ങുമ്പോഴും അത് ഉദ്ദേശിച്ചിടത്തേക്ക് പോകും.
ഒന്നും സംഭവിക്കാൻ, ഉള്ളിൽ നിന്ന് വലിക്കാൻ ഉദ്ദേശിക്കുന്നവനോ പുറത്തുനിന്ന് നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവനോ രണ്ടും മുഖാലിഫുകളാണ്. ഒന്ന് ലാഹിറായ മുഖാലിഫ്, അതുകൊണ്ട് അവർ മുഖാലിഫീങ്ങൾ എന്ന് ചില റിവായത്തിൽ വന്നു. ലാ യദുറു മുഖാലഫത മൻ ഖാലഫഹും വലാ മൻ ഖദലഹും എന്ന രാനക്കാരിയുടെ ചില റിവായത്തിലുണ്ട്. മുഖാലഫത മൻ ഖാലഫഹും, എതിരിട്ട് നിൽക്കുന്നവന്റെ എതിര്, വലാ മൻ ഖദലഹും, കൂടെ നിന്നിട്ട് കാല് വാരുന്നവന്റെയും മുഖാലഫ. രണ്ട് മുഖാലഫത്താണ്. കൂടെ നിൽക്കുന്നവർ മുഴുവൻ കൂടെയാണെന്നല്ല, കൂടെ നിൽക്കുന്നവരിൽ മുഖാലിഫീങ്ങളുണ്ടാവും. അത് ഹക്കിന് അന്ന് മുതൽ ഇന്ന് വരെയുള്ള അവസ്ഥയാണ്. അതെവിടെയാണ് വേർതിരിയുക? പുറത്തല്ല അത് വേർതിരിയുന്നത്, അതകത്താണ് വേർതിരിയുക. പുറത്ത് കാണുന്ന പണി മുഴുവനും ഒന്നായിരിക്കും. നേരത്തെ ഹിജറയുടെ ഉദാഹരണം പറഞ്ഞതുപോലെ അല്ലാമ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് റിയാദുസ് സ്വാലിഹീനിൽ ഹദീസുൻ നിയ്യ ശറഹ് ചെയ്യുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, മിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്, മൻ നിയ്യത്തുഹു ഫിൽ ഖിമ്മത്തി ഫി അഅലാ ശൈ, നിയ്യത്ത് അങ്ങേയറ്റം ഉന്നതമായ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുള്ള, അഅലൻ നിയ്യ, നിയ്യത്ത് അതിന്റെ ഖിമ്മത്തിലെത്തിയിട്ടുള്ള ആളുകൾക്ക്, ഇഖ്ലാസ് അതിന്റെ ഖിമ്മത്തിലെത്തിയിട്ടുള്ള ആളുകളുണ്ട്. വമിനന്നാസ് മൻ നിയ്യത്തുഹു ഫിൽ ഖുമാമ ഫി അഖഫി ശൈ, എന്നാൽ കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയിട്ട് നിയ്യത്ത് വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരാടോ അല്ലെങ്കിൽ ആടർത്തപ്പോ കുറച്ച് ഇറച്ചിയോ അല്ലെങ്കിൽ പിന്നെ ഒരു കാരക്കന്റെ ചീളോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വതക്കന്റെ ഒക്കെ നമ്മൾ വാങ്ങാറുമില്ലാത്ത സാധനം ഹിസ്ബിയത്ത് വിട്ട് പുറത്തു പോരുമ്പോ തന്നെ അന്ന് തന്നെ ഈ ജാതിക്ക് നടക്കുന്ന ആളുകളല്ല നമ്മൾ എന്നാണ് സലഫിയത്ത് നമ്മൾ പരിചയപ്പെടുത്തിയത്. എന്നിട്ട് ഈ ജാതി കാര്യത്തിന് വേണ്ടിയിട്ട് പിണങ്ങാൻ ഇപ്പോഴും നടക്കുന്ന ആൾക്കാരുണ്ട്. വാക്കാണ് ഞാനീ പറയുന്നത്. ഇതിനു വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളുണ്ട്. അവരുടെ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ വെറും കുമാമത്തിലാണ്, ഒരു കുപ്പത്തൊട്ടിയിലാണ്, വളരെ അടിയിലാണ്. എറിയന്തോർത്ത കൊണ്ടുപോയി ഒഴിവാക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ടാണ് അവരെ ഹൃദയം കൊണ്ടുപോയി വെച്ചിട്ടുള്ളത്. നീ കാണും, രണ്ടാളുകൾ ഒരേ പണി ചെയ്യുന്നു, ആവേശം, കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കല്, കാര്യങ്ങളൊക്കെ പിന്നെ ചിട്ടപ്പെടുത്തല്, മെസ്സേജ് അയക്കല്, അതാക്കല്, ഇതാക്കല്, അങ്ങനെ ഒരേ പണി രണ്ടാളുകൾ ചെയ്യുന്നുണ്ടാണ്. സ്റ്റാർട്ടിംഗ് മുതൽ അവസാനം വരെ ഒരേ പ്രവൃത്തി, ഇടക്കുള്ളതൊക്കെ ഒരേ രീതി, വഫിൽ ഹറക്കാത്തി വസ്സക്കനാത്ത്, ചലനത്തിലും അടക്കത്തിലും ഒരേ രൂപം, വലഖ്വാലി വലഫ്ആൽ, വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഒരേ രൂപം. എന്താണോ അവർ പറയുന്ന വാക്കുകൾ, ഉലമാക്കൾ പറയുന്ന വാക്കുകൾ, അതേ വാക്കുകൾ. നേരത്തെ പറഞ്ഞതുപോലെ റിയാദിന് വേണ്ടിയില്ല, ഇഖ്ലാസിന്റെ വാക്ക്. ഇവിടെ പലരെയും നമ്മൾ കണ്ടിട്ടുള്ളതാണ് മുൻപ് മുതൽ തന്നെ. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ളത് ആ പേരിടുക, അഹ്ലുൽ ബിദ്അത്തി വൽ ഖുറാഫാത്ത് അവരെ എന്നതുപോലെ. ഇതേപോലെ അഹ്ലു സുന്നയുടെ പേരുകളും ശിആറുകളും അതെടുത്തിട്ട് അതേ വാക്ക് ഉലമാക്കൾ പറയുന്ന അതേ രൂപം. പക്ഷേ ഈ രണ്ടാൾക്കിടയിലും ആകാശവും ഭൂമിയും തമ്മിലുള്ള അന്തരമുണ്ടാവും. അതെവിടെയാണ് കാണുക? അത് നമുക്ക് അളന്നു നോക്കിയാൽ കാണാൻ കഴിയുന്നിടത്തല്ല. ഉള്ളിരിക്കുന്ന നിയ്യത്തിന്റെ കാര്യത്തിലാണ്. നേരത്തെ പറഞ്ഞ ഒന്നിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്താക്കപ്പെട്ട, മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ട കാലം റസൂലുള്ളാഹിനെ കുറിച്ച് പറയാൻ ഒരൊറ്റ കുറ്റല്ല. എന്തോ അല്ലാഹുവാണ് റബ്ബ്, അവനെ മാത്രമാണ് ദുആ ചെയ്യേണ്ടത്, ഇബാദത്ത് ചെയ്യേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഞങ്ങളുടെ ആലിഹത്തുകൾ ഒഴിവാക്കേണ്ടി വരും എന്ന ഹക്കിന്റെ വർത്താനല്ലാതെ വേറെന്തെങ്കിലും അവർക്ക് കുറ്റം പറയാനുണ്ടോ? അമാനത്ത് പറയാനില്ല, സാമ്പത്തിക അഴിമതിയില്ല, വേറെ എന്തെങ്കിലും ദൂഷ്യങ്ങൾ പറയാനില്ല, ഒന്നും പറയാനില്ല. എന്നാ മദീനത്ത് വന്നു, ഇസ്ലാമിന് നുഹൂറുണ്ടായി, നുസ്രത്തുണ്ടായി,
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിന്റെ ശിഅബിൽ പട്ടിണി കിടന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ കിടന്ന സഹാബിമാര് ഇരുട്ടത്ത് കിട്ടിയത് എന്തോന്ന് വായിലെന്തും വിട്ട് തന്നു, എന്താണെന്ന് കൂടി എനിക്കറിയില്ല, അതിന്റെ മേലെ വെള്ളം ഒഴിച്ചു തന്നു, അങ്ങനെ ജീവൻ നിലനിർത്തി. എന്താ സാധനം കൂടി അറിയാതെ അവർ ധരിച്ചിരുന്ന ചെരുപ്പൊക്കെ തോലിന്റെ ചെരുപ്പുകൾ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് കഴിച്ചിട്ട് അങ്ങനെ കഴിഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു. ഇസ്ലാം ആഖിറായി, ഫതഹ് വരാൻ തുടങ്ങി. ഹുനൈൻ യുദ്ധം കഴിഞ്ഞിട്ടുള്ള സന്ദർഭത്തിലേതാണ് നേരത്തെ നിങ്ങൾ കേട്ട ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്കാണ് ആദ്യം അയാൾ ചെന്നത്. ആ ഹാരിജിയുടെ ആദ്യത്തെ ആ ബദറത്ത് ചെന്നിട്ട് പറഞ്ഞു. ആ പറഞ്ഞ വാക്കുകൾ ഹദീസിൽ വന്നിരിക്കുന്ന ആ റിവായത്തുകളിൽ ചിലത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്ന് നേർക്ക് നേരെ നബിയോട് പറഞ്ഞ വാക്കായിട്ട് വന്നിട്ടുണ്ട്. യാ മുഹമ്മദ് ഫഇന്നക ലൻ തഅദിൽ. നീതിയുടെ വാക്ക്, വിപ്ലവത്തിന്റെ വാക്ക്. നീതി ചോദിച്ചിട്ടല്ലോ. എന്നാൽ അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതായി വന്നിരിക്കുന്ന റിവായത്തിൽ ഇന്ന ഹാദിഹി അൽഖിസ്മ ഇന്ന ഹാദിഹി ഖിസ്മത്തുൻ മാ അദില ഫീഹാ. ഈ ഓഹരി വെപ്പിൽ നീതി ഉണ്ടായിട്ടില്ല. ഇതൊരു നീതിയില്ലാത്ത ഓഹരി വെക്കലാണ്, നീതിയില്ലാത്ത ഭാഗം വെപ്പാണ്. ഇതിൽ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ടില്ല. ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? ഏത് സമയത്താണ് ഈ പറഞ്ഞത്? ആ സമയത്ത് അത് പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ഇന്ന് കേൾക്കുന്ന വാക്കുകൾ ഇന്ന് കേൾക്കേണ്ടതാണ്, യാതൊരു സംശയമില്ല. ആരും സഹായിക്കാനില്ലാത്തൊരു കാലത്ത് അന്ന് ശത്രുക്കൾ പറഞ്ഞിരുന്നത് ഇന്ന് കൂടെ നിൽക്കുന്നവർക്ക് പറയാൻ ആർജവമില്ല. ശത്രുക്കൾ എന്ന് പറഞ്ഞിരുന്ന വാക്കുകൾ അതുപോലും ഇന്ന് കൂടെ നിൽക്കുന്നവർക്ക് പറയാൻ ആർജവമില്ല. കൂടെ നിൽക്കുന്നവരെന്ന് ഞാൻ പറയുന്ന മുഹദ്ദിലീകളാണ് ഉദ്ദേശിച്ചത്, കൂടെ നിൽക്കുന്നവരല്ല. അവരാണ് പറയുന്നത് നീതിയുടെ വാക്ക്. നീതി കിട്ടിയിട്ടില്ല. ഒരാൾ കുറച്ച് മുമ്പല്ലേ പറഞ്ഞു, നീതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, 7 കൊല്ലായിട്ട് നീതി കിട്ടിയിട്ടില്ല. 7 കൊല്ലായിട്ട് നീതി കിട്ടിയിട്ടില്ല. അപ്പൊ അത് വലിയ അക്രമത്തിന്റെ വാക്കായി പറഞ്ഞിരുന്ന കുറെ വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു. അവരിന്ന് പറയാൻ തുടങ്ങിയത് നീതി കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അനീതി കിട്ടുകയും ചെയ്തേ. അനീതി കിട്ടുകയും ചെയ്തു. ഒരു പടി കൂടി അപ്പുറത്ത്. ഈ വാക്കുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഇത് ഉദ്ധരിച്ചു ദുആസിനോട് പറഞ്ഞു, ഫസ്ബിർ വഹ്തസിബ്, അല്ലാഹുവിന് വേണ്ടിയിട്ട് ക്ഷമിച്ചോ. ഈ വാക്കുകൾ കേൾക്കേണ്ടി വരും. ലക്ഷ്യം നല്ലതല്ല. ഇഖ്ലാസിനെ കുറിച്ച് സംസാരിച്ച ഈ ദർസിനെ കുറിച്ചായിരിക്കും ഇനി നാളെ നിങ്ങൾ കേൾക്കുക. അത് നല്ല ഉദ്ദേശത്തിൽ പറഞ്ഞില്ല, അത് കേൾക്കും. അത് വേറെ ചില ലക്ഷ്യത്തിന്, ചില ആളുകളെ കുറിച്ച് ചില ലക്ഷ്യത്തിന് പറഞ്ഞതാണ്. ചില ആളുകളെ കുറിച്ച് ലക്ഷ്യമുണ്ട്. അയാളുകളെ ഇഖ്ലാസില്ലാത്ത മുഹദ്ദിലീങ്ങളായ, അത് പച്ചക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അത് ഉള്ളിൽ വെച്ചതല്ല, അത് പുറത്തേക്ക് പറഞ്ഞതാണ്. ഉള്ളിൽ വെച്ചിട്ടില്ല, അത് പുറത്തേക്ക് പറഞ്ഞ ലക്ഷ്യമാണ്. അത് ലക്ഷ്യമുണ്ട്. എന്തിന്? അവർക്കെങ്ങാനും ഞാൻ ആദ്യം ഉദ്ധരിച്ച ഹദീസ് ഉദ്ധരിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. അവരുടെ മേൽ വന്നു വീണിരിക്കുന്ന ഈ വലിയ പാറ, ഫിത്നയുടെ പാറ, അത് നീക്കി പുറത്തു പോരാൻ ഇഖ്ലാസോടുകൂടി അവർ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു അമലുണ്ടെങ്കിൽ അത് മുൻനിർത്തിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യട്ടെ. ആരെയും കാണിക്കണ്ട, ആരെയും കേൾപ്പിക്കണ്ട. ആർക്കെങ്കിലും ഇതിനോട് എന്തെങ്കിലും ഒന്ന് കമന്റ് അടിക്കാനോ ലൈക്കടിക്കാനോ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ അത് അള്ളാഹുവോട് പറഞ്ഞു. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഒരു പ്രതിഫലവും ഇങ്ങോട്ട് തരണ്ടെന്ന് മാത്രമല്ല, ഒരു നന്ദി വാക്ക് കൂടി പ്രതീക്ഷിക്കുന്നില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. ഒരു നന്ദി വാക്ക് കൂടി എന്നല്ല. ചിലപ്പോ താങ്കൾ അവിടെ കൊടുത്തതൊന്നും ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ല. ശരയ്യായി ആ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ഇരിക്കാൻ
ഞാൻ അതിനുവേണ്ടി നിർത്തലുമില്ല, ഒന്നാം ഭാഗം ഇത് കേൾക്കണമെന്നില്ല. ഇസ്തിജാബത്ത് കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മളുള്ളത് അതിനേക്കാൾ അക്സനായ ഒരു അമലിലാണ്. നമ്മളിപ്പോ ദിക്റിലാണ്, അതൊരു ദിക്റാണ്. ഇത് രണ്ടും കൂടി വരുന്ന സന്ദർഭത്തിൽ ഈ ദിക്റിനെ മുന്തിച്ചാൽ അതൊരു തെറ്റു അല്ല, അത് ശർഈയായി അനുവദിക്കപ്പെട്ട കാര്യവും. അതുകൊണ്ട് ഞാൻ തുടരാൻ ആ ഭാഗം മര്യാദക്ക് കേൾക്കുന്നുമില്ല. അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തിരുത്തിയാണ്. ഞാൻ അവസാനിപ്പിക്കുക, ജമാഅത്തിന് വേണ്ടി നമുക്ക് നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയും ചെയ്യുക. ഇഖ്ലാസിന്റെ വിഷയം, അതിലേക്ക് ചെറിയ സൂചനകളാണ് ഞാൻ നൽകിയത്. ഇഖ്ലാസില്ലാതെ രക്ഷപ്പെടില്ല. ദുനിയാവിലെ കുടുക്കിൽ നിന്നും രക്ഷപ്പെടില്ല, പരലോകത്തെ കുടുക്കിൽ നിന്നും രക്ഷപ്പെടില്ല. അതിനാണ് ഞാൻ ആ ഹദീസ് ഉദ്ധരിച്ചത്. ദുനിയാവിൽ നമുക്ക് വന്ന് ഭവിക്കുന്ന കുടുക്കുകൾ അത് ദുനിയവിയാകട്ടെ അല്ല ദീനിനെ ബാധിക്കുന്ന കുടുക്കുകളാകട്ടെ. നമുക്കെടുത്തു പറയാൻ നമ്മുടെ ഉമ്മയോടും വാപ്പയോടും ചെയ്ത വെറുണ്ടോ? ഇന്ന് സലഫിയത്ത് എന്ന് പറഞ്ഞാൽ ചിലർ വിചാരിക്കുക ഉമ്മാനെ വാപ്പാനെ ധിക്കരിച്ച് നാട്ടിൽ കൂടി തണ്ടാണ്. അത് സലഫിയത്തല്ല, അത് സലഫിയത്തല്ല. ഉമ്മാനെ വാപ്പാനെ ധിക്കരിച്ച് നാട്ടിൽ കൂടി തണ്ടുന്നത് സലഫിയത്തല്ല. ഉമ്മാനെ വാപ്പാനെ കരയിപ്പിച്ചിട്ട് ജിഹാദിന് പോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചിട്ടില്ല. അത്ര വലിയൊരു ജിഹാദ് ഇവിടെ നടക്കണില്ല. എന്നിട്ട് സമ്മതിക്കാത്തത് ഇവിടെ സമ്മതിച്ചു എന്ന് ആരെങ്കിലും വിചാരിക്കുമ്പോൾ, ഇനി അതല്ലെങ്കിൽ ഇസ്ഫത്തിനെ ബാധിക്കുന്നത്, നമ്മുടെ ഇസ്ഫത്തിനെ ചോദ്യം ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ എടുത്തു പറയാവുന്ന ഒന്ന് ഇഖ്ലാസ് കൊണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളതുണ്ടോ? നോക്ക് നിങ്ങൾ, 3 തരത്തിലുള്ള ഈ ഇബാദത്തുകൾ, ഈ അമല്, സ്വാലിഹായ അമലുകൾ, അത് 3ഉം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ബിർറുൽ വാലിദൈൻ, ഒരു മനുഷ്യന് ഏറ്റവും വലിയ സമ്പാദ്യം. രണ്ടാമത്തേത് മനുഷ്യൻ അത് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നവരെ രക്ഷപ്പെടും. ഉമ്മ വാപ്പ ആയിപ്പോയില്ലേ, ചെറുപ്പത്തിലൊക്കെ നോക്കിപ്പോയില്ലേ, ആൾക്കാരെന്ത് വിചാരിക്കും? അവർ നോക്കിയിട്ടില്ലെങ്കിൽ എന്ത് കരുതും? അതിനു വേണ്ടിയിട്ടാണെങ്കിൽ അതൊന്നും നിലനിൽക്കില്ല. അള്ളാഹ്ക്ക് വേണ്ടിയുള്ളത് മാത്രം നിലനിൽക്കും, അത് മാത്രം ഉപകരിക്കും. ഇസ്ഫത്ത് രക്ഷപ്പെടുത്തി പോകുന്നത് അള്ളാഹനെ ഭയപ്പെട്ടിട്ട് മാത്രമാണെങ്കിൽ അത് മാത്രമാണ് ഉപകരിക്കുക. ഈ കാലഘട്ടം അതിന്റെ ഏറ്റവും വലിയ ഫിത്നത്തിലാണ്, ഫിത്നത്തുൻ നിസാ. അത് കഴിഞ്ഞാൽ 3ാമത്തെ ഫിത്ന, അതാണ് 3ാമത്തെ ആൾ, ഫിത്നത്തുൽ മാൽ. മറ്റുള്ളവരുടെ സമ്പത്ത് കയ്യിൽ വന്നാൽ, അമാനത്തായി ഏൽപ്പിക്കപ്പെട്ടാൽ, ഇത് ഏൽപ്പിക്കപ്പെട്ടതും കൂടിയല്ല, വന്നു ഭവിച്ചതാണ്, അയാൾ അത് അമാനത്തായി ഏറ്റെടുത്തു എന്നുള്ളതാണ്. അമാനത്തായി ചോദിച്ചു വാങ്ങുന്നതിന്റെ അവസ്ഥ, സലഫിയത്തും താടിയും വെച്ച് നടക്കുന്ന ആളുകൾ, അത് പറഞ്ഞു നടക്കുന്ന ആളുകളുടെ അവസ്ഥ, കൊടുത്തേൽപ്പിച്ച അമാനത്ത് അത് ചോദിച്ചാൽ നമുക്കെതിരിൽ കേസ് പോകും, നമുക്കെതിരിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചുകൂട്ടും. അന്യരുടെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിൽ അമാനത്ത് നഷ്ടപ്പെട്ടത്, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് നമുക്കുണ്ടോ? ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹിനോട് അള്ളാന്റെ വചനം മാത്രം ആഗ്രഹിച്ച് ചെയ്തുവെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ഇഖ്ലാസ് അല്ലാതെ നമ്മെ രക്ഷപ്പെടുത്തില്ല. ഫിത്നകൾ അത് ഇന്ന് കണ്ടത് നിങ്ങൾ വലുതാണെന്ന് വിചാരിക്കണം. ഇന്ന് കണ്ടത് വലുതല്ല, വരാനിരിക്കുന്നത് അതിനേക്കാളും വലുതാണ്. മായത്തിയൗമുൻ, ചില റിവായത്തുകളിൽ ആമുൻ ഇല്ല വല്ലദീ ബഅദഹു ശർറുൻ മിൻഹു. ഒരു നാൾ മറ്റൊരു നാളിനേക്കാൾ, കഴിഞ്ഞ നാളിനേക്കാൾ, ഒരു വർഷം കഴിഞ്ഞ വർഷത്തെക്കാൾ ശർറ് കൂടിയതായിട്ടേ വരും. അവര് കാണുന്നില്ല അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറത്തൻ ഔ മർറത്തൈൻ. ഓരോ വർഷവും 1ഉം 2ഉം തവണ ഫിത്നയിലകപ്പെടുന്നു അവർ. സുമ്മ ലാ യതൂബൂൻ. എന്നിട്ട് ആ ഫിത്ന മനസ്സിലാക്കിയിട്ട് ഫിത്നയിൽ അകപ്പെട്ടു പോയ ഒരുത്തൻ തിരിച്ചു വരുമോ? ഇല്ല, തൗബ ചെയ്യില്ല. ഫിത്നയിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടവർ മാത്രമേ രക്ഷപ്പെടൂ. ഏതാണ് ഓരോ വർഷവും വരുന്ന ഫിത്ന? ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് സലഫുകളിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ളതിൽപ്പെട്ട ഒരു തഫ്സീറാണ്. യുകദ്ദിബൂന അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി. നബിക്കും സ്വഹാബത്തിനുമെതിരിൽ അവർ നുണ പ്രചരിപ്പിക്കും, അതടിച്ചു പരത്തും. അതിൽപ്പെട്ടിട്ട് കുറെ ആളുകൾ ഫിത്നയിലാണ്. ഹക്കിന്റെ അഹ്ലുകാർക്കെതിരെയുള്ള നുണപ്രചരണം എന്നുള്ള ഫിത്ന അത് നിൽക്കൂല. ഓരോ വർഷവും 1-2 കഴിഞ്ഞ വർഷത്തെക്കാൾ ഡോസ് കൂടിയിട്ട്, മക്കത്തുള്ളതിനേക്കാളും ഡോസ് കൂടിയതാണ് മദീനത്ത് റസൂലുള്ളാഹിക്ക് വിജയത്തിന്റെ സമയത്ത് കിട്ടിയത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന മാനദണ്ഡങ്ങൾ നല്ല കാര്യം.
കാട്ടിക്കൂട്ടലല്ല, ഇഖ്ലാസില്ല. ഇഖ്ലാസിലാണ് കാര്യം. അതുകൊണ്ട് എന്നോടാണ് എനിക്ക് പറയാൻ. പിന്നെ എന്റെ സഹോദരങ്ങളോട് നസീഹത്തിന്റെ ഭാവിയിൽ ഇഖ്ലാസല്ലാതെ മറ്റൊന്നും നമ്മെ രക്ഷപ്പെടുത്തില്ല. ഇഖ്ലാസല്ലാതെ മറ്റൊന്നും നമ്മെ രക്ഷപ്പെടുത്തില്ല. അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യുഖ്ലിസ നിയ്യാതിന വഅൻ യുസദ്ദിഖനാ ഇലൽ മമാതി വബഅദൽ മമാതി. وأسأل الله العظيم رب العرش العظيم أن يتولانا وإياكم في الدنيا والآخرة وأن يجعلنا جميعا من الهداة المهتدين المخلصين غير ضالين ولا مضلين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.